മുമ്പ് ഇതുപോലെ വരാറുണ്ടല്ലോ. ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ? മുമ്പ് ഇതുപോലെ തനിക്ക് വന്നിട്ടില്ല. ഇതെന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അതെ ഉർവശി, ഈ പകർച്ചവ്യാധികളൊക്കെ വന്നാലേ നമ്മുടെ അഹങ്കാരത്തിനൊന്നും അവിടെ സ്ഥാനമില്ല. ആ പാട്ട് എനിക്ക് ഉപയോഗിക്കാമല്ലോ. സർ വേണ്ട, എന്നെ ചൊല്ലി ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. എനിക്കിത് അപമാനമാവോ എന്നുള്ള പേടി നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട. ഇവരെന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അപമാനിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ ഇത് 2ാം തവണയാ. സാർ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്ക്. ഞാൻ ഇറങ്ങട്ടെ. സർ വിഷമിക്കണ്ട, ഞാൻ നാളെ വരാം. ഇനി മുതൽ പാടുന്നവരായാലും ശരി, ഈ വീണയും വാദ്യങ്ങളും ഒക്കെ വായിക്കുന്നവരായാലും ശരി, ആളെ കൊണ്ടുവന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഒരു കാര്യവും താൻ ചെയ്യണ്ട. അങ്ങനെ അടിമപ്പണി ചെയ്യാൻ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ടങ്ങ് ചെയ്യിക്കണം. എനിക്ക് നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കലയില് കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ കല എന്താണെന്ന് അല്പം പോലും മനസ്സിലാക്കാത്ത ഒരു കൂട്ടരോട് സഹകരിച്ചു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയല്ലോട് ഏൽപ്പിച്ചത്. എന്നിട്ട് താനും അവരുടെ കൂടെ ചേർന്നല്ലേ? അതെ, എന്റെ സ്റ്റുഡിയോയിൽ നടക്കുന്ന ഒരു വർക്ക്, അതിന്റെ ചില കാര്യങ്ങൾ സാഹചര്യവശാൽ എനിക്ക് ചെയ്യേണ്ടി വന്നു. അത് സാധാരണ സംഭവമാണ് എന്ന് കരുതി ഞാൻ നിങ്ങളുടെ കൂലിപ്പട്ടാളൊന്നുമല്ല നിങ്ങൾ പറയുന്നവരെ കൈകാര്യം ചെയ്യാൻ. ഇവനോടൊക്കെ പോവാൻ പറയടി. ഇവിടെ ഇനി നമ്മുടെ പടം വർക്ക് ചെയ്യുന്നില്ല. സന്തോഷം. കുറച്ച് മനുഷ്യത്വമുള്ളവരോട് വർക്ക് ചെയ്യുന്നതാണ് എനിക്കും കംഫർട്ട്. എന്നാലേ നീ അതും വെച്ചോണ്ടെങ്കിരുന്നു. പാടി. ചന്ദ്രു, ഞാൻ ആ ഹിമാലയൻ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞത് സീരിയസ് ആയിട്ടാണേ. അതിനെന്താ, ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ. സത്യം പറഞ്ഞ ഈ തിരക്കിൽ നിന്ന് തിരക്കിലേക്കുള്ള ഓട്ടം ഉണ്ടല്ലോ, മടുത്തു തുടങ്ങി. എവിടെയെങ്കിലും സ്വസ്ഥമായി കുറച്ച് ദിവസം താമസിക്കണം. ശ്ശോ, അല്ല, ഈ കുറച്ച് ദിവസം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ്. ഇനിയിപ്പോ നിൽക്കുന്ന സ്ഥലം വെറൈറ്റി ആണെങ്കിൽ 1 മാസം ആയാലും ഒരു കുഴപ്പമില്ല. ഹിമാലയം ബെസ്റ്റ് ചോയ്സ് ആണ്. പക്ഷെ കുറച്ചുകൂടി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് നോക്കുന്നതല്ലേ നല്ലത്. ഐ മീൻ ഒരു എൻജോയ്മെന്റ്. ഓക്കെ, എങ്കിൽ പിന്നെ ചന്ദ്ര ഫിക്സ് ചെയ്തോളൂ. നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് മതി. അത്രയും നാളത്തെ ജോലികള് അഡ്വാൻസ് ആയി ഒതുക്കി വെച്ചിട്ട് പോവാലോ. ഓക്കെ. അല്ല, ട്രിപ്പ് എങ്ങനെയാ, ഗ്രൂപ്പായിട്ടാണോ അതോ? എന്തിന്? ചന്ദ്രു ഞാനും മാത്രം പോരെ? അത് മതിയെന്നേ. then okay. എന്താ ഉർവശിയുടെ മുഖത്ത്? അതെന്തോ അലർജി പോലെ തുടങ്ങിയതാ. നോ നോ, ഇത് അലർജി ഒന്നുമല്ല, ഇത് ചിക്കൻ പോക്സ് ആണ്. ഇത് ചിക്കൻ പോക്സ് ഒന്നുമല്ല. എനിക്കേ ചൂട് അലർജിയാ. മുമ്പ് ഇതുപോലെ വരാറുണ്ടല്ലോ. ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ? മുമ്പ് ഇതുപോലെ തനിക്ക് വന്നിട്ടില്ല.
ഇതെന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അതെ ഉർവശി, ഈ പകർച്ചവ്യാധികളൊക്കെ വന്നാലേ നമ്മുടെ അഹങ്കാരത്തിനൊന്നും അവിടെ സ്ഥാനമില്ല. നമ്മൾ കൃത്യമായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക, പരിപാലിച്ച് മാറ്റിയെടുക്കാൻ നോക്കാം. ചന്ദ്രു, സാധാരണ ഈ ചിക്കൻ ബോക്സ് വന്നാലേ എല്ലാരും ഉള്ളിടത്ത് ഇങ്ങനെ നിർത്താൻ പാടില്ലല്ലോ. ഉണ്ടോ ചന്ദ്രശേഖർ? ഇല്ല, ഇപ്പൊ പിന്നെ ഈ മോഡേൺ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നോണ്ട് നോ 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 നോ, എനിക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചന്ദ്രന്റെ കാര്യ പ്രശ്നം. ചന്ദ്രന് അസുഖം വന്ന് 5-10 ദിവസം കിടന്നു പോയാ ഞാൻ ഒറ്റയ്ക്ക് ഈ ബിസിനസിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? സോ എല്ലാവരുടെയും നന്മയെ കരുതി ഉർവശി കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോട്ടെ. ദാറ്റ്സ് റൈറ്റ്. അങ്ങനെ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാന്നൊന്നും ആരും കരുതണ്ട. ഏയ് ഒന്നും ഉണ്ടായിരുന്നേ, ഈ വീടിന്റെ ഉടമയാ പറയുന്നത്. ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങണം. അല്ലെങ്കിലും അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അധികം വൈകാതെ എന്നെ ഇറക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുന്നു. മതി മതി സാറാ, പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഉർവശിക്ക് അങ്ങനെ വേറൊരിടത്തും പോകാനില്ല. പിന്നെ എവിടെയെങ്കിലും ഹോട്ടലിലോ മറ്റോ മുറിയെടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അസുഖം മാറുന്നവരെ ഔട്ട് ഹൗസിൽ നിൽക്കട്ടെ, ഇങ്ങോട്ട് വരാണ്ടിരുന്നാ മതിയല്ലോ. അത് വേണോ ചന്ദ്രു? റിസ്ക് എടുക്കണോ? അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? സാറെ ഒന്ന് സമ്മതിക്കും. ഓക്കെ, ചന്ദ്രശേഖരൻ ഒരു കാര്യം പറഞ്ഞ അത് തള്ളിക്കളയാൻ പറ്റില്ല. ഔട്ട് ഹൗസിൽ തങ്ങിക്കോട്ടെ. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാനോ ഇവിടെ ഉള്ളവരുമായി സമ്പർക്കം പുലർത്താനോ പാടില്ല. താൻ കേട്ടല്ലോ, വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്. പോവാൻ നോക്ക്. ചന്ദ്രേട്ടാ, അവിടെ ഞാൻ തനിച്ചോ? പിന്നെ ആര് വന്ന് കൂട്ടിരിക്കാനാ തനിക്ക്? അവിടെ എന്താ ആരും ഒറ്റയ്ക്ക് കഴിയാറില്ലേ? കുറെ ദിവസം അമ്മ അവിടെ കിടന്നല്ലോ. ഉർവശി, ചന്ദ്രു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കാം. അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും. അത് ചിലപ്പോ സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങ് ആയിപ്പോകും. വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അങ്ങനെ ചെയ്യല്ലേ ചന്ദ്രേട്ടാ. മുമ്പൊക്കെ ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടുമ്പോ അത് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്, ശരിക്കും മനസ്സിലാവുന്നുണ്ട്.